ഹലോ എവ്രി വൺ. ഇ മാർക്കറ്റിംഗ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇ കൊമേഴ്സ്. ഈ ഒരു ഇ കൊമേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, കൊമേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ട്രേഡിങ് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്, ട്രേഡിങ്ങും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് കൊമേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇ കൊമേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് കൊമേഴ്സ് ആണ്. മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്, പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഓവർ ദി ഇൻ്റർനെറ്റ്. ഇവിടെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏത് വഴിയാണ്? ഇൻ്റർനെറ്റ് വഴിയാണ്. അതിനെയാണ് ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇ കൊമേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓർ ഇൻ്റർനെറ്റ് കൊമേഴ്സ്. ഇതിനെ ഇൻ്റർനെറ്റ് കൊമേഴ്സ് എന്നും കൂടി വിളിക്കാറുണ്ട്. ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്ന് പറയുന്നത് ഓൺലൈൻ വഴിയായിരിക്കും. എന്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ ട്രാൻസാക്ഷൻ ഓഫ് മണി, ഫണ്ട്സ് ആൻഡ് ഡാറ്റ ആർ ഓൾസോ കൺസിഡേർഡ് ഇ കൊമേഴ്സ്. അതായത് നമ്മൾ ഇ കൊമേഴ്സിൽ തന്നെ ഇപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ, അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ എന്തിൽ വരും? ഈ ഒരു ഇ കൊമേഴ്സിൽ വരും. അക്കോർഡിംഗ് ടു സ്വേസ്, ഇ കൊമേഴ്സ് ഈസ് ഷെയറിംഗ് ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ, മെയിൻറ്റെയിനിങ് ബിസിനസ് റിലേഷൻഷിപ്പ് ആൻഡ് കണ്ടക്റ്റിംഗ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ബൈ ദി മീൻസ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. അതായത് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണ്, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ബിസിനസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഏത് വഴിയായിരിക്കും? ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വഴിയായിരിക്കും ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയാം. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൊമേഴ്സ് ത്രൂ ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ ത്രൂ ഇൻ്റർനെറ്റ്, ബൈയിങ് ആൻഡ് സെല്ലിങ്. ഇതിപ്പോൾ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ ബൈയിങ് ആൻഡ് സെല്ലിങ് ഏത് വഴിയാണ് നടക്കുന്നത്? ഇൻ്റർനെറ്റ് വഴിയാണ് നടക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇ കൊമേഴ്സ് വർക്ക് ചെയ്യുന്നത്? ഇ കൊമേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ, ദ പ്രോസസ് ഓഫ് purchasing a product electronically is conceptually very similar to the process of purchasing a product from physical store. അതായത് നമ്മൾ നേരിട്ട് സാധനങ്ങൾ വാങ്ങുന്ന പോലെ തന്നെയാണ് ഇ കൊമേഴ്സിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റിസീവിങ് ഓർഡേഴ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ഓർഡർ പ്ലേസ് ചെയ്യണം. ഏത് സൈറ്റിൽ നിന്നാണ്, ഏത് പോർട്ടലിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കേണ്ടത്. അപ്പോൾ ആ മേടിക്കേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ അത് ആദ്യം ഓർഡർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കസ്റ്റമേഴ്സ് ഓർഡർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് കമ്പനീസ് എന്ത് ചെയ്യുന്നു? ആ ഓർഡർ റിസീവ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് പ്രോസസ്സിങ് ഓർഡർ ഇൻഫർമേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഓർഡർ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ഓർഡർ പ്രോസസ്സിങ്ങിലാണ്. അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഏതാണ് നമ്മുടെ അഡ്രസ്സ്, എവിടേക്കാണ് ഷിപ്പ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതൊക്കെ കാണിക്കുന്നതാണ് പ്രോസസ്സിങ് ഓർഡർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഷിപ്പിംഗ്. ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് ആ സാധനം കിട്ടുന്നത്, കസ്റ്റമേഴ്സിന് എപ്പോഴാണ് ഡെലിവറി ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സാണ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഈ 3 പ്രോസസ്സിലൂടെയാണ് ഇ കൊമേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഇ കൊമേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്. അതായത് കമ്പനീസിനും ഇതുപോലെ കൺസ്യൂമേഴ്സിനും അഡ്വാൻറ്റേജസ് ഉണ്ട് ഇ കൊമേഴ്സ് വഴി. ഫസ്റ്റ് കമ്പനീസിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻക്രീസ്ഡ് പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഷെയർ ആൻഡ് ഗ്ലോബൽ റീച്ച്. അതായത് ഇവിടെ പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഷെയറും ഗ്ലോബൽ റീച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ അവരുടെ കമ്പനീസിനെ സംബന്ധിച്ച് കമ്പനിക്ക് എന്തുണ്ടാവുന്നു? ഈ ഇ കൊമേഴ്സ് വഴി ആ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈസി ടു എക്സ്പാൻഡ് ദി മാർക്കറ്റ് വിത്ത് മിനിമം ക്യാപിറ്റൽ ഔട്ട്ലേ. നമുക്ക് കുറഞ്ഞ ക്യാപിറ്റൽ കൊണ്ട് തന്നെ കുറേ ഒരു മാർക്കറ്റ് വിപുലീകരിക്കാൻ പറ്റും. നമ്മുടെ മാർക്കറ്റ് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ക്യാപിറ്റൽ കൊണ്ട് തന്നെ ഈ ഒരു ഇ കൊമേഴ്സിലൂടെ പറ്റുന്നുണ്ട് കമ്പനീസിന്. നെക്സ്റ്റ് വൺ, എനേബിൾ ടു പ്രൊക്യൂർ മെറ്റീരിയൽ ഫ്രം അതർ കമ്പനി. അതായത് വേറൊരു കമ്പനിയുടെ മെറ്റീരിയൽസും അല്ലെങ്കിൽ സർവീസസ് ഒക്കെ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇ കൊമേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കമ്പനീസിനെ. നെക്സ്റ്റ് വൺ, ഷോർട്ടൺ ഓർ എലിമിനേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ട്രഡീഷണൽ മാർക്കറ്റിൽ ഫോളോ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ അതിൽ ഹോൾസെയിലർ ഉണ്ടായിരിക്കും, മാനുഫാക്ചേഴ്സ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ റീറ്റെയിലർ ഉണ്ടായിരിക്കും, അതല്ലാണ്ട് ഏജൻറ്റൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിന് എന്ത് ചെയ്യുന്നുണ്ട്? എലിമിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ആയിട്ടാണ് പ്രോഡക്ട്സുകൾ എത്തിക്കുന്നത്. നെക്സ്റ്റ് വൺ, എനേബിൾസ് കസ്റ്റമൈസേഷൻ ഓഫ് പ്രോഡക്ട്സ്. അതായത്
കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രൊഡക്ട്സ് അവരുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് അവരത് പർച്ചേസ് ചെയ്യുന്നു. ആ ഒരു പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് കമ്പനി കറക്റ്റായിട്ട് അവർക്ക് എത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ലോവർ കോസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. ഇവിടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈസിയർ ടു ലോഞ്ച് എ ന്യൂ പ്രോഡക്റ്റ്. ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ്. കാരണം കസ്റ്റമേഴ്സ് ആ ഒരു സൈറ്റിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ അവർ പുതിയ പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്താലും വാങ്ങിക്കാൻ ആളുണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, ബ്രിങ് കമ്പനീസ് ആൻഡ് കസ്റ്റമേഴ്സ് ക്ലോസ് ടുഗെദർ. കമ്പനീസിനും കസ്റ്റമേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ കൊമേഴ്സ്. അതുപോലെ തന്നെ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും എന്ത് ചേഞ്ചസ് വേണമെങ്കിലും ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് കമ്പനീസിനുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൺസ്യൂമേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു കൊമേഴ്സ് വഴി. ഫസ്റ്റ് വൺ എന്ന് പറയുകയാണെങ്കിൽ ബിസിനസ് ഓഫർ 24 hours a day 7 days a week giving consumers access at any time day and night. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് വഴി ഓൺലൈൻ കൊമേഴ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്യാം. അത് രാത്രി, ഇപ്പോൾ സാധാരണ കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ രാത്രിക്കൊന്നും നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല. കടകളൊക്കെ ഷോപ്പുകളൊക്കെ പൂട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഓൺലൈൻ വഴി ഏത് സമയത്തും നമുക്ക് ഏത് നൈറ്റിൽ വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, സേവ് മണി, ടൈം ആൻഡ് എഫേർട്ട്. നമുക്ക് സമയം അതുപോലെ നമ്മുടെ പൈസയൊക്കെ ഇതിൽ ലാഭമാണ്. ഇപ്പോൾ കടയിൽ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രയും ദൂരം സഞ്ചരിച്ച് പോകേണ്ട ഒരു എഫേർട്ട് ഉണ്ടായിരിക്കും. നമ്മൾ അത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആ ഒരു എഫേർട്ടൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും ഇവിടെ എന്ത് വരുന്നില്ല, ഈ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വഴി അല്ലെങ്കിൽ ഇ കൊമേഴ്സ് വഴി നമുക്ക് കളയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് മോർ ചോയ്സസ്. അതായത് ഒരുപാട് ചോയ്സസ് ഉണ്ടാകും. നമ്മുടെ വെറൈറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് ചോയ്സസ് നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, പ്രൈസ് ആൻഡ് പ്രോഡക്റ്റ് കമ്പാരിസൺ ആർ അവൈലബിൾ ഓൺലൈൻ. അതായത് ഇവിടെ പ്രൈസും പ്രൊഡക്റ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഓൺലൈനായിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ആ സെയിം പ്രോഡക്റ്റ് ഏതൊക്കെ സൈറ്റിൽ എത്രയൊക്കെയാണ് വില എന്നൊക്കെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് മോർ എഫിഷ്യൻറ്റ് കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് ഒന്നും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൺസ്യൂമേഴ്സിന്, അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനാണ് കൂടുതലായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് എ ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസ്. ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ, എനേബിൾ പേഴ്സണലൈസേഷൻ അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി വരുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഇ കൊമേഴ്സ് ആണ്. ഇ കൊമേഴ്സിൻ്റെ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ സ്മോൾ ബിസിനസ്സസ് ഫേസ് ടഫ് കോമ്പറ്റീഷൻ ഫ്രം ലാർജ് ബിസിനസ്. അതായത് ചെറിയ ചെറിയ ബിസിനസ് ഉണ്ടായിരിക്കും, അത് ടഫ് കോമ്പറ്റീഷൻ നേരിടുന്നത്. അതായത് നല്ല കോമ്പറ്റീഷൻ. ഇപ്പോൾ ഓൺലൈൻ സൈറ്റുകളായിട്ടുള്ള ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതിനൊക്കെ സംബന്ധിച്ച് അത് ഷോർട്ട് ടേം അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ഉണ്ടായിരിക്കും സൈറ്റുകളൊക്കെ. അവർക്കൊന്നും അവരെ മുന്നിൽ പിടിച്ച് നിൽക്കുക. അപ്പോൾ ഏറ്റവും വലിയൊരു ഓൺലൈൻ സൈറ്റാണ് ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവർ മുന്നിൽ ബാക്കിയുള്ള സ്മോൾ ഫേംസിനൊന്ന് പിടിച്ച് നിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ്, സെക്യൂരിറ്റി ഫിയേഴ്സ് ആർ മേജർ ബാരിയർ ടു ദി അഡോപ്ഷൻ ഓഫ് ഇ കൊമേഴ്സ്. ചിലപ്പോൾ ചില ആളുകൾ പറയുന്നത് കേൾക്കാം, ഈ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ വരാറുണ്ട്. അതായത് നമ്മൾ പേഴ്സണൽ ഡാറ്റാസൊക്കെ ചിലപ്പോൾ ചോർന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഒരു ഫിയറായിട്ട്, നമുക്കൊരു പേടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ, ചാൻസ് ഓഫ് കമ്പ്യൂട്ടർ വൈറസ് ആൻഡ് ഹാക്കേഴ്സ്. അതായത് ഇന്നത്തെ കാലത്തിൽ കമ്പ്യൂട്ടേഴ്സ് IT നോളജുള്ള ആളുകളാണ്. അപ്പോൾ ഹാക്കിങ് ഏതൊക്കെയാണ് വൈറസുകളാണ് നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലൊക്കെ അവർ ഇൻജെക്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആൻഡ് അതർ ഇൻഫർമേഷൻ അബൌട്ട് ബിസിനസ് ആർ വൾണറബിൾ ടു ഡൗൺലോഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ്. അതായത് കോമ്പറ്റീറ്റേഴ്സൊക്കെ ആ ഒരു കമ്പനിയുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വൾണറബിൾ ആക്കാനുള്ള ചാൻസും ഉണ്ട്. കോമ്പറ്റീറ്റേഴ്സ് അതെന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയറീസ് ഈസ് എസെൻഷ്യൽ ടു ഇ കൊമേഴ്സ്. അതായത് പുതിയ ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയറീസ് ഇ കൊമേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ്സിനെ ആഡ് ചെയ്യുക എന്നുള്ളത് ട്രാൻസാക്ഷൻ കോസ്റ്റ് ചിലപ്പോൾ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്.
ഇനി ഇ-കൊമേഴ്സ് ബിസിനസ്സിൻ്റെ മോഡൽസ് ഓർ ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ് ആണ്. ഇ-കൊമേഴ്സ് ബിസിനസ് മോഡൽസ് ഓർ ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് B2B ഉണ്ട്, അതുപോലെ B2C, C2C, C2B, B2G, G2B, G2C. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് B2B എന്ന് പറയുകയാണെങ്കിൽ ബിസിനസ് ടു ബിസിനസ്. നമുക്കറിയാം, രണ്ട് ബിസിനസ് തമ്മിലുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ്, ആ ഒരു ഇ-കൊമേഴ്സ് ആണ് ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത്. B2B മോഡൽ, എ ബിസിനസ് സെൽസ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓർ സർവീസസ് ടു അനദർ ബിസിനസ്. Sometimes the buyer is the end user, but often the buyer resells to the consumer. അതായത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നത്, ABC ലിമിറ്റഡ് അവരുടെ പ്രൊഡക്ട്സുകൾ ആർക്കാണ് സെല് ചെയ്യുന്നത്, XYZ ലിമിറ്റഡ് സെല് ചെയ്യണം. അപ്പോൾ രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിൽ പ്രൊഡക്റ്റ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് B2B ബിസിനസ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്നതാണ് B2C, ബിസിനസ് ടു കൺസ്യൂമർ. അതായത് ഇവിടെ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഗുഡ്സും സർവീസസൊക്കെ കൺസ്യൂമേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. കൺസ്യൂമേഴ്സ് ക്യാൻ ബ്രൗസ് ദെയർ വെബ്സൈറ്റ് ആൻഡ് ലുക്ക് അറ്റ് പ്രൊഡക്ട്സ് പിക്ചേഴ്സ് ആൻഡ് റീഡ് റിവ്യൂസ്. അതായത് കൺസ്യൂമേഴ്സിനും ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ പിക്ചേഴ്സും അതിൽ എന്തൊക്കെ റിവ്യൂസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനും അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, ജബോങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ ബിസിനസ്സും കൺസ്യൂമറും ആണ് ഉള്ളത്. ABC എന്നുള്ള കമ്പനിയും അതുപോലെ കൺസ്യൂമറും ആണ്. ഈ കൺസ്യൂമർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കസ്റ്റമർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് അവരിന് സാധനങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് C2C, കസ്റ്റമർ ടു കസ്റ്റമർ. അതായത് രണ്ട് കസ്റ്റമേഴ്സ് തമ്മിലുള്ള ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണെന്ത് ഈ ഒരു C2Cയിൽ വരുന്നത്. ഇവിടെ കസ്റ്റമറും ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നു. ഇവിടെ കമ്പനി ഒന്നും ഇൻവോൾവ്ഡ് ആവുന്നില്ല. ഇവിടെ പീപ്പിൾസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ സെൽ ദെയർ പേഴ്സണൽ ഗുഡ്സ് ആൻഡ് അസറ്റ്സ് ഡയറക്റ്റ്ലി ടു ഇൻട്രസ്റ്റഡ് പാർട്ടി. അവരുടെ പേഴ്സണൽ ഗുഡ്സുകളൊക്കെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യുക്കർ OLX ഒക്കെ എന്താണ്, അവരുടെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ആർക്കാണ് താല്പര്യമുണ്ടെങ്കിൽ അവരാക്കാണ് എന്ത് സെല് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്, കസ്റ്റമർ ടു കസ്റ്റമർ ട്രാൻസാക്ഷനാണ് നടത്തുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് കൺസ്യൂമർ ടു ബിസിനസ് ട്രാൻസാക്ഷൻ. കൺസ്യൂമറിന് ബിസിനസ്സാണ് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ B2Cൻ്റെ നേരെ റിവേഴ്സ് ആണ്. ഇവിടെ കൺസ്യൂമർ ടു ബിസിനസ് ആണ് നടത്തുന്നത്. സോ ദ കൺസ്യൂമർ പ്രൊവൈഡ്സ് എ ഗുഡ് ഓർ സം സർവീസ് ടു ദി കമ്പനി. അതായത് കൺസ്യൂമർ എന്ത് ചെയ്യുന്നുണ്ട്, ചില ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് കമ്പനി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ടായിരിക്കും, ഫ്രീലാൻസറൊക്കെ ഉണ്ടായിരിക്കും, IT ഫ്രീലാൻസറൊക്കെ. അവരുടെ സോഫ്റ്റ്വെയർ ഒക്കെ കമ്പനിക്ക് സെല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൺസ്യൂമറും ബിസിനസ്സും തമ്മിലുള്ള ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. പിന്നെ കൺസ്യൂമറും ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺസ്യൂമർ ടു ബിസിനസ് ആയിരുന്നു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് ടു ഗവൺമെൻറ് ആണ്, B2G, ബിസിനസ് ടു ഗവൺമെൻറ്. ഈ ഒരു മോഡലിൽ B2Bൻ്റെ ഒരു വേരിയൻറ്റ് മോഡലാണ് ഈ ഒരു B2G എന്ന് പറയുന്നത്. ഇവിടെ വെബ്സൈറ്റ് ആർ യൂസ്ഡ് ബൈ ഗവൺമെൻറ്റ്സ് ടു ട്രേഡ് ആൻഡ് എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ വിത്ത് വേരിയസ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ഇവിടെ ഗവൺമെൻറ് ആണ് എന്ത് വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ട്രേഡൊക്കെ നടത്തുന്നത്. ഗവൺമെൻറ് ഇവരുടെ വെബ്സൈറ്റ്, കമ്പനിയുടെ വെബ്സൈറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ട്രേഡിങ്ങും കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഈ വെബ്സൈറ്റ് അക്രഡിറ്റഡ് ബൈ ദി ഗവൺമെൻറ് ആൻഡ് പ്രൊവൈഡ് എ മീഡിയം ടു ബിസിനസ് ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫോംസ് ടു ദി ഗവൺമെൻറ്. അതായത് ബിസിനസ്സുമായിട്ട് ഈ ഗവൺമെൻറ് ടൈപ്പ് ചെയ്തതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊഡക്ട്സ്, സർവീസസ്, ഇൻഫർമേഷനൊക്കെ ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അതിന് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എമൗണ്ടാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ഒരു ബിസിനസ്സാണ് B2G എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഗവൺമെൻറ് ടു ബിസിനസ്. നേരത്തെ ബിസിനസ് ടു ഗവൺമെൻറ് ആണ് പറഞ്ഞത്. ഇതിൽ ഗവൺമെൻറ് ടു ബിസിനസ് ആണ്. ഗവൺമെൻറ് യൂസ് B2G മോഡൽ വെബ്സൈറ്റ് ടു അപ്രോച്ച് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷൻ അപ്രോച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഗവൺമെൻറ്. അതായത് അവരുടെ ഒരുപാട് സപ്പോർട്ടായിട്ടുള്ള ടെൻഡേഴ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഗവൺമെൻറ് ഒരുപാട് ടെൻഡേഴ്സും കാര്യങ്ങളൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ആളുകൾക്കൊക്കെ സാധനങ്ങൾ കൊടുക്കാനൊക്കെ വേണ്ടി. അപ്പോൾ അവരെന്ത് ചെയ്യും, ബിസിനസ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർ എത്ര സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്തിട്ട് ഗവൺമെൻറ് ആളുകൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഇനി വരുന്നതാണ് ഗവൺമെൻറ് ടു സിറ്റിസൺ, G2C.
ഗവൺമെൻറ് ടു സിറ്റിസൺ മോഡൽ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റ് അപ്രോച്ച് സിറ്റിസൺ ഇൻ ജനറൽ. അതായത് ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ ഗവൺമെൻറ് ആണ് എന്ത് സിറ്റിസനെ അപ്രോച്ച് ചെയ്യുന്നത്. ഈ വെബ്സൈറ്റ് പ്രകാരം അവിടെ വെഹിക്കിൾസിൻ്റെ ഒക്കെ ലേലം ഉണ്ടാവും, അല്ലെങ്കിൽ മെഷീനറീസിൻ്റെയും അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ലേലം വിളിക്കുന്നുണ്ടായിരിക്കും. ആ ടൈമിലൊക്കെ ഇവരെന്ത് ചെയ്യും, വെബ്സൈറ്റ് വഴി സിറ്റിസൺസിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ആ വെബ്സൈറ്റിൽ സർവീസസും അതുപോലെ രജിസ്ട്രേഷൻ ഫോർ ബർത്തും അതുപോലെ മാരേജും ആ കാര്യങ്ങളും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ആവറേജ് ടൈം ഫോർ ഫുൾഫില്ലിംഗ് സിറ്റിസൺസ് റിക്വസ്റ്റ് ഫോർ വേരിയസ് ഗവൺമെൻറ് സർവീസസ് കാത്തു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് റിക്വസ്റ്റും കാര്യങ്ങളും ഗവൺമെൻറ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് അവരായിട്ട് നോക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇ കൊമേഴ്സ് മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ടോപ്പിക്. ഇ കൊമേഴ്സ് മാർക്കറ്റ് സ്ട്രാറ്റജീസിൽ നമ്മൾ പഠിക്കുന്നതിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് 3 ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ആണ് ഈ ഒരു ഇ കൊമേഴ്സ് മാർക്കറ്റിങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സ്ട്രാറ്റജീസ് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ്. അപ്പോൾ അതിന് 3 ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റ് ആൻഡ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി, അതുപോലെ പ്രൈസിങ് സ്ട്രാറ്റജി, പ്രൊമോഷണൽ സ്ട്രാറ്റജി, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ആണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് മാർക്കറ്റ് ആൻഡ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ ചെയ്യുന്നത്. മാർക്കറ്റ് ആൻഡ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുകയാണെങ്കിൽ പ്രോഡക്റ്റ് എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുക, അതിന് എന്തൊക്കെ സ്ട്രാറ്റജീസാണ് കൊണ്ടുവരേണ്ടത്. അതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് മാർക്കറ്റ് പെനട്രേഷൻ ചെയ്യുകയാണ്. അതായത് ഈ സ്ട്രാറ്റജി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ ചാനൽസ് ആണ്. അതുവഴി എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സുകളൊക്കെ എക്സിസ്റ്റിംഗ് മാർക്കറ്റ്സിൽ സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇൻ്റർനെറ്റ് ആണ് എന്ത് സെയിൽസൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു സ്ട്രാറ്റജി. ഇവിടെ മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജിയാണ് സെയിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യും, ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് മെനി കമ്പനീസ് വിൽ യൂസ് ദി ഇൻ്റർനെറ്റ് ടു ഹെൽപ്പ് സെൽ എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് ഇൻ ടു ദി എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്നത്. അതിൽ മാർക്കറ്റ് ഷെയർ ഗ്രോത്ത്, അതായത് കമ്പനീസ് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിലൊക്കെ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യാണ് വിസിറ്റേഴ്സിൻ്റെ മാർക്കറ്റിൻ്റെ ഷെയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് കസ്റ്റമർ ലോയാലിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്. കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു ലോയാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു മാർക്കറ്റ് പെനട്രേഷൻ ഉപയോഗിക്കുന്നു. അതുപോലെ കസ്റ്റമർ വാല്യൂ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് ഒരു പ്രോഡക്റ്റിൻ്റെ ഉപയോഗിച്ചിട്ട് അവർക്കുള്ള അഭിപ്രായങ്ങൾ അവരുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് മാർക്കറ്റ് പെനട്രേഷൻ ചാനലിൽ വരുന്നത്. അതായത് മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ സ്ട്രാറ്റജി പ്രകാരം ഡിജിറ്റൽ ചാനൽസ് ഉപയോഗിച്ചിട്ടാണ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത്. രണ്ടാമത് മാർക്കറ്റ് ഡെവലപ്മെൻ്റ് ആണ്. മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഓൺലൈൻ ചാനൽസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ഇവിടെ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത്. ഓൺലൈൻ ചാനൽസ് ആയിട്ടുള്ള പിന്നെ ലോ കോസ്റ്റ് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് പറയുന്നത് പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൽ എന്ന് പറയുകയാണെങ്കിൽ ഈ വെബിൽ യൂസ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, അതായത് ദ വെബ് ക്യാൻ ബി യൂസ്ഡ് ടു ആഡ് വാല്യൂ ഓർ എക്സ്റ്റെൻഡ് ദി എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഫോർ മെനി കമ്പനീസ്. അതായത് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ നിലവിലുള്ള പ്രൊഡക്ട്സിന് ഒരുപാട് കമ്പനീസിന് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു വെബ് ഉപയോഗിക്കുന്നുണ്ട് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞാൽ വൈവിധ്യീകരണം. ഇവിടെ പുതിയ പ്രൊഡക്ട്സുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് സോൾഡ് ചെയ്യുന്നത് പുതിയ മാർക്കറ്റിലാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇ കൊമേഴ്സ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിലെ മാർക്കറ്റ് ആൻഡ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ്. രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് പ്രൈസിങ് സ്ട്രാറ്റജി. പ്രൈസിങ് സ്ട്രാറ്റജിയിൽ 2-3 സ്ട്രാറ്റജീസാണ് വരുന്നത്. പെനട്രേഷൻ പ്രൈസിങ്. പെനട്രേഷൻ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഷെയറിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ലോ പ്രൈസ് ചാർജ് ചെയ്യും. എന്നിട്ടാണ് മാർക്കറ്റ് ഷെയറിനനുസരിച്ച് പ്രൈസ് ഇൻക്രീസ് ചെയ്യുക. പിന്നെ വരുന്നതാണ് പ്രൈസ് ലീഡർഷിപ്പ്. പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പ്രൈസ് ലീഡർ ഇൻ എ പെർട്ടിക്കുലർ സെഗ്മെൻറ്റ്. ഓരോ സെഗ്മെൻറ്റിലും പെർട്ടിക്കുലർ സെഗ്മെൻറ്റിലും എന്തായിരിക്കും, പ്രൈസ് ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോമ്പറ്റീഷനൊക്കെ നേരിടാൻ വേണ്ടിയിട്ടാണ്
അധികമായിട്ടും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രാറ്റജി അധികം ആൾക്കാരൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ വരുന്നതാണ് പ്രൊമോഷണൽ പ്രൈസിങ്. പ്രൊമോഷണൽ പ്രൈസിങ് പറയുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് പർച്ചേസിനൊക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രൊമോഷണൽ പ്രൈസിങ് ഉപയോഗിക്കുന്നത്. ഈ 3 പ്രൈസിങ് സ്ട്രാറ്റജീസ്. നെക്സ്റ്റ് പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ആണ്. പ്രൊമോഷണൽ സ്ട്രാറ്റജീസിൽ ഫസ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സൈറ്റ് പ്രൊമോഷൻ കമ്പയർഡ് ടു സൈറ്റ് ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ്. അതായത് സൈറ്റ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും മെയിൻ്റനൻസിനും അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടിട്ടില്ലെങ്കിലും സൈറ്റ് പ്രൊമോഷന് വേണ്ടിയിട്ട് ആ ഒരു സൈറ്റ് ഒന്നും കൂടി ആളുകൾക്ക് ഇടയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും നടത്തുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓൺലൈൻ പ്രൊമോഷൻ ടെക്നിക്സ് ഇൻ കമ്പാരിസൺ ടു ഓഫ്ലൈൻ പ്രൊമോഷൻ. ഓഫ്ലൈനേക്കാളും കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എവിടെയാണ്? ഓൺലൈൻ പ്രൊമോഷൻ ടെക്നിക്സിലാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഓൺലൈൻ പ്രൊമോഷൻ സ്കീംസ്. ഡിഫറെൻറ്റ് ഓൺലൈനായിട്ടുള്ള പ്രൊമോഷൻ സ്കീംസ് ഒക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഈ 3 പ്രൊമോഷണൽ സ്ട്രാറ്റജീസിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇ കൊമേഴ്സ് എന്നുള്ള